കാവ്യ മാധവന്റെ അമ്മയും ഈ കേസിൽ പ്രതിയാക്കപ്പെടുന്ന ഒരു അവസ്ഥയാണുള്ളത്. കാക്കനാട്ട് ഓൺലൈൻ വ്യാപാര സ്ഥാപനമായ ലക്ഷ്യ കാവ്യയുടെ അമ്മയുടെ പേരിലുമുള്ള സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിൽ നിന്നാണ് ഈ കേസിൽ നിർണായകമാകാവുന്ന മെമ്മറി കാർഡ് ഉൾപ്പെടെയുള്ളവ കണ്ടെടുത്തത്. ഈ മെമ്മറി കാർഡിൽ പൾസർ സുനി ഇവിടെ ഏൽപ്പിച്ചു എന്നാണ് പോലീസ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഈ മെമ്മറി കാർഡിലാണ് നടിയെ പൾസർ സുനി അപമാനിച്ച ദൃശ്യങ്ങളുള്ളത്. മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു നിർണായക തെളിവ് കൂടിയായ പൾസർ സുനി ഇവിടെ എത്തിയിരുന്നു എന്നുള്ളതിന് വ്യക്തമായ ഒരു CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിക്കുകയുണ്ടായി. ഈ കാക്കാട്ട് ഷോപ്പിൽ പോലീസ് പരിശോധന നടത്തിയപ്പോൾ ഈ CCTV ദൃശ്യങ്ങൾ കിട്ടിയില്ല, അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ പൾസർ സുനി എത്തിയ ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നില്ല. ഇവ നശിപ്പിക്കപ്പെട്ടു എന്നാണ് പോലീസിനോട് പറഞ്ഞത്. എന്നാൽ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പോലീസ് തൊട്ടടുത്തുള്ള സമീപത്തെ ഷോപ്പുകളിൽ പരിശോധന നടത്തിയതിന്റെ ഫലമായി CCTV ദൃശ്യങ്ങൾ ലഭിക്കുകയുണ്ടായി. ഈ CCTV ദൃശ്യങ്ങളിൽ പൾസർ സുനി കാക്കാട്ടെ ഓൺലൈൻ വ്യാപാര സ്ഥാപനമായ ലക്ഷ്യയിൽ എത്തിയിരുന്നു എന്നുള്ള വ്യക്തമായി തെളിവ് ലഭിച്ചു. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് നടി കാവ്യ മാധവനിലേക്കും ഈ അന്വേഷണം പുരോഗമിക്കുന്നത്. നടൻ ദിലീപ് അറസ്റ്റിലായ സാഹചര്യത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടിയെ അപമാനിച്ച ദൃശ്യങ്ങൾ അടങ്ങുന്ന മെമ്മറി കാർഡ് ഈ ഓൺലൈൻ വ്യാപാര സ്ഥാപനത്തിൽ എത്തിച്ചുവെന്ന് പോലീസ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മാത്രമല്ല പൾസർ സുനി ഒളിവിൽ പോയ സമയത്ത് ഈ കാക്കനാട് ഷോപ്പിൽ എത്തിയെന്ന് പോലീസ് സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് നടി കാവ്യ മാധവനെ ചോദ്യം ചെയ്യുകയും പിന്നീട് കസ്റ്റഡി എടുക്കുകയും അറസ്റ്റ് വരെ രേഖപ്പെടുത്താവുന്ന അവസ്ഥയിലേക്ക് പോകുന്നത്. കാവ്യ മാത്രമല്ല കാവ്യയുടെ അമ്മയിലേക്കും അന്വേഷണം നീങ്ങും. ഇവരെ രണ്ടുപേരുടെ പേരിലാണ് ഈ ഓൺലൈൻ വ്യാപാര സ്ഥാപനം. പോലീസ് കഴിഞ്ഞ ദിവസം രഹസ്യമായ റെയ്ഡ് നടത്തിയപ്പോൾ ഇവർ പറഞ്ഞത് ഇവിടെ പൾസർ സുനി എന്ന ആൾ ഒന്നില്ല, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു CCTV ദൃശ്യങ്ങൾ ഇല്ല എന്നുള്ളതാണ്. എന്നാൽ പോലീസ് സമീപത്തെ കടയിൽ നിന്നും CCTV ദൃശ്യങ്ങൾ കണ്ടെടുക്കുകയും ഈ CCTV ദൃശ്യത്തിൽ പൾസർ സുനി ഈ CCTV ദൃശ്യത്തിൽ പതിയുകയും ഇത് പോലീസ് വീണ്ടെടുക്കുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിലാണ് അന്വേഷണം കാവേരിക്ക് നീളുന്നത്. മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1.5 കോടി രൂപയ്ക്കാണ് ദിലീപ് പൾസർ സുനിക്ക് കൊട്ടേഷൻ നൽകിയത്. ഇവയിൽ 2.5 ലക്ഷം രൂപ ഈ ഷോപ്പിൽ നിന്നും നൽകിയതായും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ബാങ്ക് ട്രാൻസാക്ഷനും പോലീസിന് ലഭിക്കുകയുണ്ടായി. ഈ ഒരു സാഹചര്യത്തിൽ കൂടി ഈ കേസിന്റെ ദിലീപിനെ അറസ്റ്റ് ചെയ്ത നിർണായകമായ തെളിവ് കൂടിയാണ് ഈ കാക്കട്ടെ ഓൺലൈൻ വ്യാപാര സ്ഥാപനത്തിൽ ലഭിച്ചത്. ഇതിന്റെ ഭാഗമെന്നുള്ളതാണ് ഈ പോലീസ് ഇപ്പോൾ നടി കാവ്യയും ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് പോകുന്നത്. കാക്കാട്ട് ജയിലിൽ വെച്ച് പൾസർ സുനി ദിലീപിന് എഴുതിയ കത്തിൽ വ്യക്തമായി താൻ ഒളിവിൽ പോയ സമയത്ത് കാക്കാട്ട് ഷോപ്പിൽ എത്തിയിരുന്നെന്നും 2 തവണ എത്തിയിരുന്നതായി പൾസർ സുനി ഈ കത്തിൽ രേഖപ്പെടുത്തുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു പോലീസിന്റെ അന്വേഷണം. ഈ അന്വേഷണത്തിലാണ് ഈ കാക്കാട്ട് ഷോപ്പ് ഈ നടി കാവ്യ മാധവന്റെ പേരിലുള്ള ഓൺലൈൻ വ്യാപാര സ്ഥാപനമാണെന്ന് പോലീസിന് മനസ്സിലായത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയായിരുന്നു അന്വേഷണം വ്യാപിപ്പിച്ചത്. മാത്രമല്ല ഈ ദിവസങ്ങളിൽ പൾസർ സുനി കാക്കാട്ട് ഷോപ്പിൽ എത്തിയെന്ന് പറയപ്പെടുന്ന ദിവസങ്ങളിൽ അന്നത്തെ കാക്കാട്ട് ടവർ ലൊക്കേഷനിൽ പൾസർ സുനി ഉള്ളതായി പോലീസിന് വ്യക്തമാവുകയും ചെയ്തു. ഈ സമയത്ത് തന്നെ കാക്കാട്ട് ജയിലിൽ നിന്ന് പൾസർ സുനി ദിലീപിന്റെ മാനേജരെയും ദാദൃശയെയും വിളിച്ചതായും പോലീസിന് വിവരം ലഭിച്ചു. ഈ എല്ലാ സാഹചര്യം കൂടി കൂട്ടി വായിക്കുമ്പോഴാണ് തീർച്ചയായും നടി കാവ്യ മാധവനിലേക്കും കാവ്യയുടെ അമ്മയിലേക്കും. സിബി, ഇന്നലെ DGP തന്നെ പറഞ്ഞിരുന്നു ദിലീപിന്റെ അറസ്റ്റ് ഒരു തുടക്കം മാത്രമാണ്, കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇനിയും കൂടുതൽ കേസ് അന്വേഷണം പുരോഗമിക്കാനുണ്ട് എന്ന് തന്നെ. ഇതിന്റെ ഒരു അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ കാവ്യ മാധവനിലേക്ക് വരെ കേസ് എത്തിച്ചേർന്ന് നിൽക്കുന്നത്? ഒപ്പം പൾസർ സുനി പറഞ്ഞിരുന്ന ഒരു മാഡത്തെ കുറിച്ച് പറഞ്ഞിരുന്ന കാര്യങ്ങൾ വാർത്തകളിൽ സജീവമായി നിന്നിരുന്നു. ആ ഒരു രീതിയിൽ തന്നെയാണോ ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്? തീർച്ചയായും ഗ്രീഷ്മ, ഈ മാഡം എന്ന വാക്ക് അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണൻ രംഗത്ത് വന്നതോടെയാണ് മാഡം എന്ന വാക്ക് ഈ കേസിന് ആസ്പദമായത്. അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണൻ ആലപ്പുഴയിൽ വെച്ച് ഫെനി ബാലകൃഷ്ണനെ പൾസർ സുനി ഈ കൃത്യം നടത്തിയതിനു ശേഷം കീഴടങ്ങാൻ വേണ്ടി അല്ലെങ്കിൽ ജാമ്യം ലഭിക്കാൻ വേണ്ടി അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണനെ സമീപിച്ചുവെന്നും ഇതിനായി ഈ പൾസർ സുനി 2 സുഹൃത്തുക്കൾ എത്തിയെന്നാണ് അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണൻ പറഞ്ഞത്. എന്നാൽ അന്നേ ദിവസം ഹർത്താൽ ആയതിനാൽ തങ്ങൾ മാഡത്തോട് ചോദിച്ചിട്ട് തീരുമാനം അറിയിക്കാം എന്ന് പറഞ്ഞ് ഇവർ തിരിച്ചുപോയി എന്നാണ് ഇവർ പറഞ്ഞത്. ഈ കാര്യം അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണൻ ദിലീപിനെ വിളിച്ചു പറയുകയുണ്ടായി. ദിലീപാണ് ചോദ്യം ചെയ്യലിൽ വിശദമായ 13 മണിക്ക് ചോദ്യം ചെയ്യലിൽ അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണന്റെ കാര്യം പറഞ്ഞത്. ഇതേ തുടർന്നാണ് അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണൻ പോലീസ് മൊഴിയെടുത്തത്. ഈ ഒരു അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണൻ രംഗത്ത് വന്നതിന് ശേഷമാണ് ഈ മാഡം ആര് എന്ന ചോദ്യം വന്നത്. തീർച്ചയായും ഇത് കാവ്യയിലേക്കും കാവ്യയുടെ അമ്മയിലേക്കും പോയിരുന്നു. മാത്രമല്ല ഒരുപക്ഷെ പോലീസിന് നിരവധി നിരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ഈ മെമ്മറി കാർഡ് അല്ലെങ്കിൽ ഈ നടിയെ അപമാനിച്ച ദൃശ്യങ്ങൾ ആദ്യം പുഴയിൽ എറിഞ്ഞു എന്നാണ് പൾസർ സുനി പോലീസിന് മൊഴി നൽകിയത്. പിന്നീട് പൾസർ സുനി പറഞ്ഞത് ഇത് ആലുവയിലെ അഭിഭാഷകൻ നൽകിയെന്നായിരുന്നു.
പിന്നീടാണ് പൾസർ സുനി പറഞ്ഞത് ഇത് കാക്കാട്ടെ ഷോപ്പിൽ താൻ നൽകിയെന്നുള്ളത്. എന്നാൽ ഈ ഒരു സാഹചര്യത്തിലാണ് ഈ മാഡം കാവ്യയാണോ അല്ലെങ്കിൽ കാവ്യയുടെ അമ്മയാണോ എന്ന രീതിയിലേക്ക് പോലീസ് അന്വേഷണം വ്യാപിച്ചത്. ഇത് രണ്ടും കൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് ഈ കാക്കാട് ഓൺലൈൻ വ്യാപാര സ്ഥാപനമായ ലക്ഷ്യ ഈ കേസിൽ ഒരു നിർണായക ഘടകമാണെന്ന്. ഇതുമായി ബന്ധപ്പെട്ടായിരുന്നു പോലീസ് വളരെ രഹസ്യമായി ലക്ഷ്യയിൽ റെയ്ഡ് നടത്തുകയും ഇവിടെ നിന്ന് അനുബന്ധ രേഖകളും അതുപോലെ തന്നെ മെമ്മറി കാർഡ് പിടിച്ചെടുക്കുകയും ചെയ്ത് ഈ മെമ്മറി കാർഡിൽ ഈ CCTV ഈ മെമ്മറി കാർഡിൽ ഈ നടിയെ അപമാനിച്ച ദൃശ്യങ്ങൾ ഉണ്ട് എന്നാണ് പോലീസിന് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇത് ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. മാത്രമല്ല ഇവിടെയാണ് പൾസർ സുനി പൾസർ സുനിയെ ജയിലിൽ അറസ്റ്റ് ചെയ്തതിനു മുമ്പ് പൾസർ സുനി ഇവിടെ എത്തിയിരുന്നു. ഇത് കൃത്യമായി പോലീസ് മനസ്സിലാക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ CCTV ദൃശ്യങ്ങൾ മാത്രമല്ല മൊബൈൽ ടവർ ലൊക്കേഷൻ എല്ലാം സ്ഥിരീകരിച്ചപ്പോൾ പൾസർ സുനി എത്തിയിരുന്നതായി വ്യക്തമാവുകയും ചെയ്തു. അപ്പോൾ കാക്കാട് ജയിലിൽ വെച്ച് പൾസർ സുനി എഴുതിയ കത്തിന്റെ ആധികാരികത സത്യമാണെന്ന് പോലീസിന് മനസ്സിലാക്കുകയും ചെയ്തു. മാത്രമല്ല ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിലും ഈ കാര്യങ്ങൾ വ്യക്തമായി പോലീസ് പറയുന്നുമുണ്ട്. കാക്കാട് ജയിലിൽ വെച്ച് പൾസർ സുനി പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമാണെന്ന് പിന്നീട് ദിലീപിന് സമ്മതിക്കുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ അന്വേഷണം കാവ്യയിലേക്കും കാവ്യയുടെ അമ്മയിലേക്കും എല്ലാം നീങ്ങുന്നത്. എന്തായാലും ഉടൻ തന്നെ കാവ്യയും ചോദ്യം ചെയ്യപ്പെടുകയും അറസ്റ്റിലാവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത്. മാത്രമല്ല നാദൃശ്യയും അപ്പുണ്ണിയും എല്ലാം വരും ദിവസങ്ങളിൽ വരും മണിക്കൂറുകളിൽ കസ്റ്റഡിയിലാകാനും അറസ്റ്റിലാകാനും സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഇവരെ രഹസ്യമായി എവിടെയെങ്കിലും ചോദ്യം ചെയ്യുന്നുണ്ടോ എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും വെണ്ണലിലെ ഫ്ളാറ്റിൽ കാവ്യ ഇല്ല എന്നുള്ള മറുപടിയാണ് നമുക്ക് ചെന്നപ്പോൾ ലഭിച്ചത്. രാവിലെ ADGPയുടെ ഒരു വാഹനം കാവ്യയുടെ ഫ്ളാറ്റിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതായി നമുക്ക് കാണാൻ കഴിഞ്ഞു. ആ വാഹനത്തിന് പിന്നാലെ നമ്മൾ ചെന്നൈയിൽ നമുക്ക് കാര്യമായ ആ വാഹനത്തിനുള്ളിൽ കാവ്യ ഉണ്ടായിരുന്നില്ല. എങ്കിൽ പോലും ആ സമീപത്തു നിന്നാണ് ADGPയുടെ വാഹനം വന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടി കാവ്യയെ ഉടൻ തന്നെ ചോദ്യം ചെയ്യും. കാവ്യയെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ തെളിവുകൾ പോലീസിൽ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ കേസിൽ ദിലീപിന് പങ്കുണ്ടെങ്കിൽ കാവ്യയ്ക്കും പങ്കുണ്ട്. മെമ്മറി കാർഡ് കാക്കനാട് ഒരു കടയിൽ എത്തിച്ചു എന്ന് അന്വേഷണത്തിന്റെ തുടക്കത്തിൽ തന്നെ പൾസർ സുനി മൊഴി നൽകിയതാണ്. ഇത് കാവ്യയുടെ വസ്ത്രവ്യാപാര സ്ഥാപനമായ ലക്ഷ്യ തന്നെയാണ് എന്ന് ഉറപ്പിക്കാനായി ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്ന തെളിവുകൾ എന്തൊക്കെയാണ്? എന്തൊക്കെ തെളിവുകളാണ് പോലീസിനെ അങ്ങോട്ട് എത്തിച്ചത്? പോലീസ് ഈ ഓൺലൈൻ വ്യാപാര സ്ഥാപനമായ ലക്ഷ്യയിൽ നടത്തിയ റെയ്ഡിൽ പ്രധാനമായും കണ്ടെടുത്തത് ഒന്ന്, അന്ന് പൾസർ സുനി എത്തി എന്നുള്ള ദൃശ്യം, CCTV ദൃശ്യം അത് തൊട്ടടുത്ത സമീപത്തെ കടയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. രണ്ടാമതായി അന്ന് കൊട്ടേഷൻ വകയിൽ ലഭിക്കാനുള്ള 2 ലക്ഷം രൂപ അന്ന് ആദ്യമായി പൾസർ സുനിക്ക് ആ വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് ലഭിച്ചതായി അത് ബാങ്ക് ട്രാൻസാക്ഷൻ മറ്റുമായി നോക്കിയപ്പോൾ അത് കൃത്യമായി തെളിയുകയും ചെയ്തിരിക്കുന്നു. മറ്റൊന്ന് ഈ മെമ്മറി കാർഡ് ഇവിടെ പൾസർ സുനി പറഞ്ഞത് ഒരു മെമ്മറി കാർഡ് ഈ നടിയെ അപമാനിക്കുന്ന ദൃശ്യങ്ങളാകുന്ന മെമ്മറി കാർഡ് ഇവിടെ നൽകി എന്നുള്ളതാണ്. ഈ മെമ്മറി കാർഡും ഇവിടെ നിന്നും പോലീസ് പിടിച്ചെടുക്കേണ്ടായി. ഈ 3 കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായും ഈ കേസിലെ സുപ്രധാനമായ ഒരു ഘടകമായി കാക്കാട്ടെ ലക്ഷ്യ എന്ന സ്ഥാപനം മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇവിടെ വിശദമായ പരിശോധന നടത്തിയത്. ഈ പരിശോധനയോട് തീർത്തും സഹകരിക്കാത്ത ഒരു നിലപാടാണ് ഈ ഷോപ്പിലുള്ള ജീവനക്കാർ നടത്തിയത്. ഈ CCTV ദൃശ്യങ്ങൾ ചോദിച്ചപ്പോൾ ഇത് നഷ്ടപ്പെട്ടുപോയി എന്നാണ് ഇവർ പറഞ്ഞത്. ഇത് തന്നെ പോലീസിനെ വളരെ ദുരൂഹത ഉണർത്തുകയും സംശയം ഉളവാക്കുകയും ചെയ്തിരുന്നു. അതിനാൽ തന്നെയാണ് പോലീസ് തൊട്ടടുത്തുള്ള സമീപ പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയും ഈ CCTV ദൃശ്യങ്ങളിൽ പൾസർ സുനി ഈ ഷോപ്പിലേക്ക് കയറി പോകുന്നത് കൃത്യമായി കാണുകയും ചെയ്തു. തുടർന്ന് പൾസർ സുനി വിളിച്ചു എന്ന് പറയപ്പെടുന്ന ഈ ദിവസങ്ങളിൽ ഫോൺ കാക്കാടുള്ള മൊബൈൽ ടവർ ലൊക്കേഷൻ പരിശോധിച്ചപ്പോൾ കൃത്യമായി പൾസർ സുനി കാക്കാട് എത്തിയിരുന്നു എന്ന് പോലീസിന് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ കൃത്യം ഫെബ്രുവരി 17-ാം തീയതിയാണ് ഈ കൃത്യം നടക്കുന്നത്. അതിനുശേഷം അറസ്റ്റിലാകും തൊട്ടു മുമ്പാണ് ഈ ഇത്തരത്തിൽ കാക്കനാട് ഈ പൾസർ സുനി എത്തുന്നതും. അതുകൊണ്ട് തന്നെ ഈ കേസും ഈ എല്ലാ തെളിവുകളും ഏകോപിച്ച് നോക്കുമ്പോൾ കൃത്യമായി പൾസർ സുനി കാക്കനാട്ട് എത്തിയിരുന്നതും ഈ ഓൺലൈൻ വ്യാപാര സ്ഥാപനത്തിൽ എത്തിയെന്നും 2 ലക്ഷം രൂപ പൾസർ സുനിക്ക് ലഭിച്ചിരുന്നെന്നും എന്നാൽ ദിലീപിനെ അന്വേഷിച്ചപ്പോൾ ദിലീപ് വീട്ടിലാണെന്ന വിവരമാണ് ലഭിച്ചതെന്നും പൾസർ സുനി പറഞ്ഞിരുന്നു. ഇത് കൃത്യമാണെന്ന് പോലീസിന് മനസ്സിലാക്കുകയും ചെയ്തു. ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് നിർണായകമായി ആകാവുന്ന ഈ ഓൺലൈൻ വ്യാപാര സ്ഥാപനത്തിന്റെ ഉടമ കൂടിയായ കാവ്യയും ഈ കേസിൽ പ്രതിയേർക്കപ്പെടുന്നത്. സിബി, ഒപ്പം തന്നെ കൊച്ചിയിൽ നിന്നും വരുന്ന മറ്റൊരു പ്രധാന വാർത്ത, മുതിർന്ന സിനിമാ പ്രവർത്തകർ മമ്മൂട്ടിയുടെ വീട്ടിൽ യോഗം ചേർന്നു എന്നതാണ്. ഇടവേള ബാബു, മോഹൻലാൽ, സിദ്ദിഖ് അടക്കമുള്ള പ്രമുഖ താരങ്ങൾ യോഗത്തിൽ പങ്കെടുക്കുന്നു എന്നതാണ്. എന്തൊക്കെയാണ് ഈ യോഗത്തിന്റെ വിശദാംശങ്ങൾ? ആദ്യം തന്നെ ദിലീപ് അംഗമായിരുന്ന എല്ലാ സംഘടനകളിൽ നിന്നും ദിലീപിനെ ഇപ്പോൾ പുറത്താക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ യോഗത്തിന്റെ അജണ്ട എന്താണ്? ഗ്രീഷ്മ, രാവിലെ എക്സിക്യൂട്ടീവ് യോഗം ചേർന്ന ദിലീപിനെ പുറത്താക്കിയ വിവരം നടൻ മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ളവർ അറിയിച്ചിരുന്നു.
ഈ എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷം രമ്യ നിമേശൻ കൂടാതെ പൃഥ്വിരാജ്, ആസിഫ് അലി ഉൾപ്പെടെയുള്ളവർ പുറത്തേക്ക് പോവുകയും ചെയ്തു. അതിനുശേഷം ഈ സിനിമയിലെ മുതിർന്ന താരങ്ങൾ ഇടവേള ബാബു, മമ്മൂട്ടി, മോഹൻലാൽ അടക്കമുള്ളവർ ഈ മമ്മൂട്ടിയുടെ വസതിയിൽ തന്നെയുണ്ട്. തുടർന്നാണ് കുറച്ച് അല്പസമയത്തിനകം തന്നെ നടൻ സിദ്ദിഖ് എത്തിയത്. സിദ്ദിഖ് പ്രധാനമായും പറഞ്ഞ് ഈ സംഭവം വളരെ വേദനാജനകമാണ്, ഇപ്പോഴും താൻ ആ ഒരു ഷോക്കിൽ നിന്നും മാറിയിട്ടില്ല എന്ന രീതിയിൽ സിദ്ദിഖ് സംസാരിക്കാൻ താൻ വെറുതെ ഇവിടെ വന്നതാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നടപടി അറിഞ്ഞ സാഹചര്യത്തിൽ വന്നതാണെന്നാണ് സിദ്ദിഖ് പറഞ്ഞത്. എന്നാൽ ഈ ദിലീപിനെ 13 മണിക്കൂർ ചോദ്യം ചെയ്തപ്പോൾ ആദ്യം ആലുവ പോലീസ് ക്ലബിൽ എത്തിയതും ദിലീപ് തന്നെയാണ്. ഈ ദിലീപാണ് ഇപ്പോൾ ഇവിടെ എത്തിയും ദിലീപിനെ വിളിച്ചു വരുത്തി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഈ ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറിയായ ബി ഉണ്ണികൃഷ്ണനും ഇവിടെ എത്തിയിട്ടുണ്ട്. കൂടാതെ നിർമ്മാതാവ് സുരേഷ് കുമാർ ഇവിടെ എത്തിയിട്ടുണ്ട്. കൂടാതെ ചിപ്പിയുടെ ഭർത്താവായ രഞ്ജിത്ത്, അദ്ദേഹമാണ് ഈ ദിലീപ് ഒരു പരാതി DGPക്ക് നൽകിയ പരാതി കൊണ്ടുപോയി കൊടുത്തത് അദ്ദേഹമാണ്. അദ്ദേഹവും ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ മലയാള സിനിമയിലെ സംവിധായകരും നിർമ്മാതാക്കളും വിതരണക്കാരുമായ എല്ലാ പ്രമുഖ അല്ലെങ്കിൽ എല്ലാ മുതിർന്ന ആളുകളും കൂടിയാണ് ഇപ്പോൾ ഇവിടെ ഒരു അനൗദ്യോഗികമായ ഒരു യോഗം ചേരുന്നത്. തീർച്ചയായും ഇത് മലയാള സിനിമയിൽ ഇപ്പോൾ ഉണ്ടാകുന്ന വലിയൊരു പ്രതിസന്ധി ചർച്ച ചെയ്യുക തന്നെയാണ് ഇവരുടെ ലക്ഷ്യം. കാരണം ഈ ഒരു സംഭവം വളരെയധികം മലയാള സിനിമയെ ഞെട്ടിപ്പിച്ചു. മാത്രമല്ല ഒരു സമൂഹത്തിന് മുന്നിൽ തന്നെ ഒരു പ്രതിച്ഛായ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് മാറി. കാരണം ആദ്യം മുതൽ തന്നെ ഇരയേക്കാൾ അധികമായി ദിലീപിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് അമ്മ സ്വീകരിച്ചത്. ഇത് വളരെയധികം തെറ്റായി പോയി എന്ന് ഇപ്പോൾ ഇവർക്ക് മനസ്സിലായിരിക്കുന്നു. ഇവർ ആദ്യം മാധ്യമങ്ങളെ വളരെയധികം രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും മാധ്യമ വിചാരണ ചെയ്യുന്നു എന്ന് പറയുകയും മാത്രമല്ല ദിലീപിനെ വേട്ടയാടാൻ അനുവദിക്കില്ലെന്നും കൃത്യമായി പറഞ്ഞുകൊണ്ട് നമുക്കറിയാം അമ്മ ജനറൽ ബോഡി യോഗത്തിലെല്ലാം മാധ്യമങ്ങൾക്കെതിരെ രൂക്ഷമായി രംഗത്ത് വന്നിരുന്നു. ഇതെല്ലാം തെറ്റായി പോയെന്ന് ഇപ്പോൾ പറയുകയും അതിൽ ഇവർ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു വലിയ തെറ്റ് അമ്മ എന്ന താരസംഘടനയെ സംബന്ധിച്ച് വളരെ ഗൗരവതരമാണ്. അതുമാത്രമല്ല ഫെഫ്കയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും എല്ലാം ദിലീപിനെ പുറത്താക്കിയിട്ടുണ്ട്. ദിലീപ് കേവലം ഒരു നടനപ്പുറമായിട്ട് ഒരു വിതരണക്കാരൻ, സംവിധായകൻ, നിർമ്മാതാവ്, അങ്ങനെ എല്ലാ രീതിയിലും ദിലീപ് സിനിമയിൽ നിറസാന്നിധ്യമായിരുന്നു. എല്ലാ സംഘടനയിലും ദിലീപ് അംഗമായിരുന്നു. മാത്രമല്ല ഈ അടുത്ത ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ ലിബർട്ടി ബഷീർ എന്ന സംഘടനയെ പോലും പിളർത്തിക്കൊണ്ട് പുതിയൊരു സംഘടന ഉണ്ടാക്കുകയും ഇനിയിൽ മേലാൽ തിയേറ്ററുകൾ അടക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ദിലീപിനെ എല്ലാവരും പിന്തുണ നൽകിക്കൊണ്ട് ഒരു പുതിയ സംഘടനയും കഴിഞ്ഞ ദിവസം ഈ ചോദ്യം ചെയ്യലിന് പിറ്റേ ദിവസമാണ് രൂപം കൊണ്ടത്. ഈ ഒരു സാഹചര്യത്തിൽ ദിലീപിനെ എത്രത്തോളം പിന്തുണച്ച സിനിമാ ലോകത്തെ ഒന്നാകെ വിഡ്ഢികളാക്കുന്ന ഞെട്ടിക്കുന്ന ഒരു നടപടിയാണ് ദിലീപിൽ നിന്നുണ്ടായത്. തികച്ചും ഒരു ജീവിതത്തെക്കാൾ അധികമായി അവർ അഭിനയിച്ച് ഈ ദിലീപിന്റെ അഭിനയത്തോടെ തോറ്റുപോയത് ഈ ദിലീപിനെ വിശ്വസിച്ച സിനിമാ സഹപ്രവർത്തകരാണ്. ഇത് തന്നെയാണ് ഇവർ ചർച്ച ചെയ്യപ്പെടുന്നതും. സിനിമാ രംഗത്ത് മാഫിയകൾ ഉണ്ട് എന്ന് ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇത് എന്തായാലും തെറ്റായ പ്രവണതയാണെന്നും ഇതിൽ വളരെയധികം സൂക്ഷിക്കുമെന്നും നടൻ മമ്മൂട്ടി പറയുകയുണ്ടായി. എന്തായാലും ഈ പ്രമുഖ താരങ്ങൾ അല്ലെങ്കിൽ ഈ മുതിർന്ന താരങ്ങൾ ഒന്നിച്ചു നിന്നുകൊണ്ട് അനൗദ്യോഗികമായി ചർച്ച ചെയ്യുന്നതിന് ഈ കാര്യങ്ങളാകാം. ഒരുപക്ഷെ സിദ്ദിഖാണ് ഏറ്റവും അടുത്ത ദിലീപുമായി അടുത്ത സുഹൃത്ത്. അതുകൊണ്ട് സിദ്ദിഖിനെ അറിഞ്ഞുകൊണ്ടാണോ ഇത്തരത്തിൽ കൂടെ നിന്ന് എന്നുള്ള കാര്യങ്ങൾ ചോദിച്ചറിയാനായിരിക്കാം സിദ്ദിഖിനെ വിളിച്ചത്. മാത്രമല്ല ഈ സിനിമാ ലോകത്ത് സിദ്ദിഖിന് പിന്തുണച്ചവരെല്ലാം വിഡ്ഢികളാക്കപ്പെടുകയാണോ അതോ ഇവർ ബോധപൂർവം ചെയ്തതാണോ എന്നും ഇവർക്ക് അറിയേണ്ടിയിരിക്കുന്നു. ഇനിയും ഇത്തരത്തിലുള്ള സംഭവം ആവർത്തിക്കപ്പെട്ടാൽ ഇത് മലയാള സിനിമാ ലോകത്തെ വളരെയധികം ക്ഷീണിപ്പിക്കും. ഇപ്പോൾ തന്നെ സിനിമാ ലോകത്തുള്ള വളരെയധികം കഥകൾ പുറത്തു വരുന്നു. ജനങ്ങൾ പുച്ഛിച്ചു കാണുന്നു. ഇത്തരത്തിലൊരു സമീപനം തന്നെ സിനിമയ്ക്ക് വളരെ ദോഷകരമാണ്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ മുതിർന്നവരുടെ യോഗം വിളിച്ചിരിക്കുന്നത്. ഇവർ ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ ഇനി ഭാവിയിൽ എങ്ങനെ മുന്നോട്ട് പോകണം, ഇനി വരുന്ന സംഘടനകൾ എങ്ങനെ മുന്നോട്ട് പോകണം, ഇവയുടെ പ്രവർത്തനം എല്ലാം ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ വേണ്ടിയാണ് ഈ മുതിർന്ന അംഗങ്ങളെല്ലാം തന്നെ ഒരു അനൗദ്യോഗികമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ഇപ്പോൾ ഏകദേശം 1-2 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അവർ പുറത്തേക്ക് വന്നിട്ടില്ല. എന്നാൽ നടൻ മമ്മൂട്ടി, മോഹൻലാൽ അടക്കമുള്ളവർ ഇതിനകത്തുണ്ട്. ഇപ്പോഴും അവർ ചർച്ച തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്രീഷ്മ, സിബി, ഒപ്പം തന്നെ സംഘടനാ തലത്തിൽ തന്നെ ഇത്തരത്തിൽ ദിലീപിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ഉടൻ തന്നെ സംഘടനാ തലത്തിൽ അദ്ദേഹത്തെ പുറത്താക്കുകയുണ്ടായി. ഇപ്പോൾ ആരോപണ വിധേയനായ സമയത്ത് തന്നെ നിരവധി പേരാണ് സിനിമയുടെ പല കോണിൽ നിന്നും ദിലീപിനെ പിന്തുണച്ച് എത്തിയത്. ഈ വിഷയം യോഗത്തിൽ ചർച്ചയാകുന്നുണ്ട്. ഒപ്പം തന്നെ നിരവധി പേർ സിനിമാ ലോകത്തെക്കുറിച്ച് തന്നെ വിവിധ തരത്തിലുള്ള വനിതാ സംഘടനയിൽ ഉൾപ്പെടെയുള്ളവർ വിവിധ തരത്തിലുള്ള ആരോപണങ്ങൾ, സ്ത്രീകൾ സുരക്ഷിതരല്ല സിനിമാ ലോകത്ത് തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചു. ഒപ്പം ഇടക്കാലത്ത് സജീവമല്ലായിരുന്ന പലരും ഇപ്പോൾ ദിലീപിനെതിരെ ആരോപണം ഉന്നയിച്ചു വരുന്നു. സിനിമാ ലോകത്തെ ഒട്ടാകെ ആരോപണം ഉന്നയിച്ചു വരുന്നു. ഇത്തരം പുഴുക്കുത്തുകളെല്ലാം ഈ യോഗത്തിൽ ചർച്ചയാകാൻ എന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായും ഗ്രീഷ്മ, ഈ പുഴുക്കുത്തുകൾ തന്നെയാണ് ചർച്ചയാവുന്നത്. കാരണം അമ്മ എന്ന താരസംഘടന ഒരു മലയാള സിനിമ ഏറ്റവും വലിയ സംഘടനയാണ്. ഈ സംഘടനയിൽ എല്ലാവരും തന്നെ അംഗങ്ങളാണ്. ഈ ഒരു സാഹചര്യത്തിൽ ദിലീപ് എന്ന നടനെ അന്ന് ജനറൽ ബോഡി യോഗത്തിൽ
വ്യക്തമായി ഇവരെല്ലാം പിന്തുണയ്ക്കുക ചെയ്ത്. അതായത് ആക്രമിക്കപ്പെട്ട നടിയേക്കാൾ അധികമായി ദിലീപിനെ പിന്തുണയ്ക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞത്. മാത്രമല്ല എല്ലാവരും ദിലീപിനെ വിശ്വസിച്ചു എന്നുള്ളതാണ് സത്യം. ഇന്നസെന്റ് എം പി പോലും അന്ന് കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, ദിലീപിനെ ഞാൻ ഇന്നും രാവിലെ വിളിച്ചിരുന്നു, ദിലീപ് നിനക്ക് ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ദിലീപ് ഇല്ല എന്നാണ് പറഞ്ഞത്. കേസിൽ കാവ്യ മാധവനിലേക്കും അന്വേഷണം നീളുകയാണ്. കാവ്യക്കെതിരെ വ്യക്തമായ 4 തെളിവുകൾ ലഭിച്ചുവെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന സൂചന. ഒപ്പം മമ്മൂട്ടിയുടെ വീട്ടിൽ ഇപ്പോൾ മുതിർന്ന സിനിമാ പ്രവർത്തകർ യോഗം ചേരുകയാണ്.